നമസ്കാരം. ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ മിന്നും താരമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന സുനന്ദ പുഷ്കർ ദുരൂഹമായി മരിച്ച സംഭവം ഇതിനു മുമ്പും പലപ്പോഴും രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിന്മേലുണ്ടായിട്ടുള്ള പോലീസ് നടപടി തരൂരിനെ സംബന്ധിച്ച് മാത്രമല്ല കോൺഗ്രസിന് തന്നെയും നേരത്തെ പലപ്പോഴും എന്ന പോലെ ലളിതമെന്ന് തള്ളിക്കളയാവുന്ന സംഗതിയല്ല. സുനന്ദയുടെ മരണം ആത്മഹത്യയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന കുറ്റപത്രം ശശി തരൂരിനെ കേസിലെ പ്രതിയാക്കിയിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് അദ്ദേഹത്തിന് മേൽ ആരോപിച്ചിരിക്കുന്നത്. തരൂർ സുനന്ദയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ആത്മഹത്യയിലേക്ക് നയിച്ച വിഷാദത്തിനും സംഘർഷങ്ങൾക്കും കാരണം തരൂരിൻ്റെ ക്രൂര പെരുമാറ്റങ്ങളാണ് എന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഡോക്ടർ തരൂർ ഇപ്പോൾ തിരുവനന്തപുരം എംപിയാണ്, നമുക്കറിയാവുന്നതുപോലെ. അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടി വരുമോ? ആ ആവശ്യം CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിനകം. BJPയുടെ പ്രതികാര നടപടിയാണിത് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത്തരം രാഷ്ട്രീയ പിന്തുണ കൊണ്ട് തരൂരിനും കോൺഗ്രസിനും വരാനിരിക്കുന്ന രാഷ്ട്രീയ ക്ഷീണത്തിൽ നിന്ന് കരകയറാനാകുമോ? BJP രാഷ്ട്രീയ കളി കളിക്കുകയാണെങ്കിൽ എന്ത് ലക്ഷ്യം വെച്ചാണത്? ഇക്കാര്യങ്ങളാണ് ചർച്ച. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്: ശശി തരൂർ പ്രതിയായതിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ കളിയോ? BJPയുടെ രാഷ്ട്രീയ കളിയാണ് എന്ന് കോൺഗ്രസ് ആക്ഷേപം ഇതിനകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ശശി തരൂർ പ്രതിയായതിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ കളിയോ? ഇക്കാര്യത്തിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഞങ്ങളെ അറിയിക്കേണ്ടത്. പ്രധാനമായും 4 പോയിന്റുകളിലൂന്നിയാണ്, ചോദ്യങ്ങളിലൂന്നിയാണ് ഈ ചർച്ച മുന്നോട്ട് പോവുക. ശശി തരൂരിനെ പ്രതിയാക്കിയത് എന്ത് കാരണങ്ങളാൽ എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ശശി തരൂർ ശിക്ഷിക്കപ്പെടുമോ എന്നതാണ്. മൂന്നാമത്തേത് BJPയുടെ രാഷ്ട്രീയ കളിയോ? നാലാമത്തേത് കോൺഗ്രസിന് ആഘാതമാകുമോ ഈ തുടർ സംഭവങ്ങൾ എന്നതാണ്. BJP സഹയാത്രികനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ KVS ഹരിദാസ് കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി, അദ്ദേഹം അഭിഭാഷകനാണ്, ഡൽഹിയിൽ നിന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. അഡ്വക്കേറ്റ് RV രാജേഷ്, യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ KVS ഹരിദാസ് കൊച്ചിയിൽ, അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി ഡൽഹിയിൽ, ശ്രീ RV രാജേഷ് തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ KVS ഹരിദാസ്, അവിശ്വസനീയമായ കുറ്റപത്രം എന്നാണ് ശശി തരൂർ ഇത് സംബന്ധിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതികാര നടപടിയാണ് എന്ന് കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് ഇത്ര കാലത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയൊരു ട്വിസ്റ്റ്? സനീഷേ, നമ്മളിവിടെ ഈ കേസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം കാണേണ്ട ഒരു കാര്യം 2014 ജാനുവരിയിൽ ഡൽഹി പോലീസ് ഇട്ടിട്ടുള്ള FIR ആണ്. അതിൽ 302 അനുസരിച്ച് ഒരു കൊലപാതക കുറ്റം ചുമത്താൻ പറ്റുന്ന FIR ആണ് അന്ന് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. IPC 302 അനുസരിച്ചുള്ള FIR അതിലെ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതായിരുന്നു. അപ്പം അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളാണ് പിന്നീട് നടന്നിട്ടുള്ളതൊക്കെ തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരുപാട് ദുരൂഹതകളുണ്ട്. നമുക്കറിയാം, ഡൽഹിയിലെ പ്രസിദ്ധമായ ഹോട്ടലിലാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ മരണം നടക്കുന്നത്. അവിടെ സുനന്ദ പുഷ്കർ താമസിക്കാൻ എടുത്ത മുറിയിലല്ല മൃതദേഹം കണ്ടെത്തിയത്. ആ മുറികൾ ഫോറൻസിക് എക്സ്പെർട്സ് വരുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തിരിക്കുന്നു. ആ ഹോട്ടലിൻ്റെ ലോഞ്ച്, ഈ പർട്ടിക്കുലർ റൂംസ് ഉള്ള ഫ്ലോറ്, അവിടുത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ വളരെ സംശയങ്ങൾക്ക് ഇടകം നൽകുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പരമാവധി തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് വ്യക്തം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ഹോട്ടലിന് എന്താ താല്പര്യം? അല്ലെങ്കിൽ ആരായിരിക്കും അവരോട് ഇതൊക്കെ ആവശ്യപ്പെട്ടത്? ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയും ചെയ്യും. അതൊക്കെ ഈ കോടതിയിൽ വിചാരണ സമയത്ത് പുറത്തു വരികയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം,
എന്തുകൊണ്ടാണ് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൽപ്പെട്ട ഒരു മന്ത്രിയുടെ ഭാര്യ നിഷ്കരണം കൊല്ലപ്പെട്ടിട്ട് അല്ലെങ്കിൽ മരണമടഞ്ഞിട്ട് അത് സംബന്ധിച്ച അന്വേഷണം നേരെ ചൊവ്വേ നടത്തുന്നതിൽ പാകപ്പിഴകൾ സംഭവിച്ചത്? സ്വന്തം ഭാര്യ മരിച്ചിട്ട് അതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ അവഗാധമായ അന്വേഷണം വേണമെന്ന് ഇതുവരെ ആവശ്യപ്പെടാൻ എന്തുകൊണ്ടാണ് ബഹുമാന്യനായ ശശി തരൂർ മടിച്ചത്? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ ഡൽഹി പോലീസ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തെ കാണാൻ. ഞാൻ തിരിച്ചു പറയാം ശ്രീ KVS ഹരിദാസ്, അതാണ് കാര്യം. ശ്രീ RV രാജേഷ്, ഇവിടെ ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്താണ് നടന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അറിയാവുന്നതുപോലെ അവർ തമ്മിലുള്ള ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നേരത്തെയും ചർച്ചയായിരുന്നു. ആ ചർച്ച തന്നെ സജീവമായി നിൽക്കുന്നതിനിടെയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. അദ്ദേഹം മാത്രമേ അവരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് തന്നെയാണ് പോലീസിൽ വിളിച്ചറിയിക്കുകയും ചെയ്തത്. കൊലപാതകമല്ല, ആത്മഹത്യയാണ്. പക്ഷേ ആത്മഹത്യയിലേക്ക് നയിച്ച ഡിപ്രഷൻ, മറ്റ് സംഘർഷങ്ങൾക്ക് കാരണമായത് ശശി തരൂരാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യമായിട്ട് രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ തോന്നും. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇത്തരത്തിലുള്ള വഴക്കുകൾ സ്വാഭാവികമാണ്. ആ തരത്തിൽ ദാരുണമാണെങ്കിൽ തന്നെയും ഇത്തരം അന്ത്യത്തിലേക്ക് ആളുകൾ പോകുന്ന സാഹചര്യം തീർത്തുമില്ലാത്തതുമല്ല. അതുകൊണ്ട് ഇതിലെ വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് നേരെ റിവെഞ്ച് ഫാക്ടറി പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ കോൺഗ്രസ് ആക്ഷേപിക്കുന്നതിൽ എന്ത് കഥയാണുള്ളത്? ശ്രീ രാജേഷ്, ഇവിടെ ശ്രീ KVS ഹരിദാസിന്റെ സ്റ്റേറ്റ്മെന്റ് ശുദ്ധമായ അസംബന്ധ ജടിലമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ? അത് കണ്ടെത്തേണ്ടത് നിങ്ങളല്ലേ, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, BJP നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസ് അല്ലേ കണ്ടെത്തേണ്ടത്? ഡൽഹി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ഇത് കൊലപാതകമല്ല. 2015 ഡൽഹി പോലീസ് നടത്തിയ പട്യാല ഹൗസ് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത് കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ KVS ഹരിദാസ് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇത് കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് FIR എടുത്ത് പട്യാല ഹൗസ് കോടതിയിൽ കൊടുത്ത പോലീസ്, അതിനുശേഷം ശ്രീ സുബ്രഹ്മണ്യം സ്വാമിയുടെ ഹർജി വരുന്നു. അദ്ദേഹം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുന്നു. ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ എന്താണ് ഡൽഹി പോലീസ് പറഞ്ഞത്? ഇത് ആത്മഹത്യയാണെന്നോ കൊലപാതകമാണെന്നോ എന്ന് 6 മാസത്തിന് മുമ്പാണ് ഡൽഹി പോലീസ് അവിടെ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കണം. ഇത് ആത്മഹത്യയാണെന്നോ കൊലപാതകമാണെന്നോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വളരെ പൊടുന്നനെ ഡൽഹി പോലീസ് ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് അതിൽ FIR ഇട്ടുകൊണ്ട് ശ്രീ ശശി തരൂരിനെ മനഃപൂർവ്വമായി കരുതേച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ശ്രീ ശശി തരൂർ വെറും ഒരു പാർലമെന്റ് അംഗം മാത്രമല്ല, ലോകമറിയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് UN-ലെ സേവനങ്ങൾ പോകട്ടെ, അദ്ദേഹം ഇന്ത്യയുടെ മുഖമാണ് ലോകത്തിന് മുന്നിൽ. പലപ്പോഴും ഇന്ത്യക്കാരന്റെ ആത്മാഭിമാന ബോധം ഉണർത്തിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ പല വിഷയങ്ങളും അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. കോളനി വാഴ്ചക്കെതിരായുള്ള ആ കാലഘട്ടത്തിലെ ദേശവ്യാപകമായിട്ട് തന്നെ ആദരിക്കപ്പെടുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു. അദ്ദേഹവുമായുള്ള വിദ്വേഷം അല്ലെങ്കിൽ ചെറിയ തരത്തിൽ അസ്വാരസ്യം ഉണ്ടായിരുന്നു, ചെറുതല്ലാത്ത തരത്തിൽ അസ്വാരസ്യം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ മരണത്തിന് കാരണം ആത്മഹത്യയാണത്, ഇദ്ദേഹമാണ് കാരണം. ശാരീരികമായി പോലും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ അവിശ്വസിക്കാൻ കാരണങ്ങളില്ല. അദ്ദേഹം എത്ര മഹാനോ ആയിക്കൊള്ളട്ടെ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് BJP അവതരിപ്പിക്കുന്ന വ്യാജ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരായി വൈ ഐ ആം എ ഹിന്ദു എന്നുള്ള പുസ്തകത്തിലൂടെ അദ്ദേഹം അതിശക്തമായ BJPയുടെ ഇത്തരം ഹിന്ദുത്വ വാദങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിന്റെ വിരോധം BJPക്ക് സ്വാഭാവികമായുണ്ട്. അതിന്റെ ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലാണ് ഇന്ന് ശശി തരൂരിനെതിരായി ഈ നീക്കവുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതൊക്കെ എല്ലാ കുടുംബത്തിലും സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലേ. പക്ഷേ ഇവിടെ ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കും ശ്രീമതി സുനന്ദ പുഷ്കർ. അവർ സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു ചെറിയ കാരണത്തിൽ കൊണ്ട് ഒരു കുടുംബ വഴക്കിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമെന്ന് നമുക്ക് ആർക്കെങ്കിലും കരുതാൻ കഴിയുമോ? നമ്മളൊക്കെ സുനന്ദ പുഷ്കറിനെ ശശി തരൂരിന്റെ ഭാര്യയായി വന്നതിന് ശേഷം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. തിരുവനന്തപുരം പാർലമെന്റിലുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം, കേരളത്തിലെ ആളുകൾക്ക് സുനന്ദ പുഷ്കറിനെ പരിചയമുള്ളതാണ്. അവർ വളരെ ദൃഢമായ തീരുമാനമെടുക്കുന്ന ഒരു സ്വന്തം വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ചെറിയ കുടുംബ വഴക്കിന്റെ പേരിൽ സുനന്ദ പുഷ്കർ ആത്മഹത്യ ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അപ്പോൾ ഇതിന്
മനഃപൂർവ്വമായി കെട്ടിച്ചമച്ചുകൊണ്ട് ശശി തരൂരിനെ അപമാനിക്കാൻ അല്ലെങ്കിൽ ശശി തരൂരിനെതിരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അജണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ എന്ത് വ്യക്തമായ കാരണം കൊണ്ടാണ് ആത്മഹത്യ ഒരു വ്യക്തി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെങ്കിൽ 4 കാരണങ്ങളുണ്ട്. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KVS ഹരിദാസ്, എന്ത് കാര്യങ്ങളാണ് ഇതിനു മുമ്പായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ശശി തരൂർ അതാണ് ഉന്നയിക്കുന്നത്. ഈ ഒക്ടോബർ 17-ാം തീയതി, ഇക്കഴിഞ്ഞ ഒക്ടോബർ 17-ാം തീയതി ഡൽഹി പോലീസ്, ഈ പോലീസ് സംഘം ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞത് ആർക്കെതിരെയും ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല, ആരെയെങ്കിലും കുറ്റപ്പെടുത്താവുന്ന സാഹചര്യമില്ല എന്നാണ്. 6 മാസത്തിനകത്ത് ഇത് ആത്മഹത്യയാകുന്നു, ആത്മഹത്യാ പ്രേരണയാകുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിനെ പ്രതിപട്ടികയിൽ ചേർക്കുന്നു. അദ്ദേഹം പറയുന്നത് പോലെ രാഷ്ട്രീയമായിട്ടൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരാനുണ്ട്. വലിയ തോതിൽ BJP സംഘത്തിനെതിരെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് ഇത്രയും നാൾ 4 കൊല്ലം മുമ്പ് നടന്ന സംഭവം, ഇതുവരെ 6 മാസം മുമ്പ് പോലും ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറയാനില്ലാതിരുന്ന പോലീസ് സംഘം പെട്ടെന്ന് അദ്ദേഹത്തെ പ്രതിയാക്കുന്നതിൽ ഏതോ തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയില്ലേ എന്ന തോന്നൽ കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ഉണ്ടാവുക. ശ്രീ KVS ഹരിദാസ്. അല്ല സനീഷ, കോൺഗ്രസ്സുകാർക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നതിൽ കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം ഈ കൊലപാതകത്തിൻ്റെ അവസാനത്തെ കണ്ണിയിലേക്ക് പോയാൽ ആരൊക്കെ വരും എന്നുള്ളത് എനിക്ക് തന്നെ ഭയമുണ്ട്. സത്യം കൊലപാതകമല്ല, അതില് സുബ്രഹ്മണ്യ സ്വാമി ആണ് ഈ കേസുമായിട്ട് സുപ്രീം കോടതി വരെ പോയത്. കൊലപാതകമാണെന്ന് ആര് പറയുന്നു? കൊലപാതകമല്ല എന്നല്ലേ ഡൽഹി പോലീസ് സുബ്രഹ്മണ്യ സ്വാമി കൊലപാതകം എന്ന് താങ്കൾ പ്രയോഗിച്ചത് ശരിയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊലപാതകമല്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസിൽ വളരെ വളരെ തെറ്റായ ഞാൻ പറഞ്ഞത് ആ മരണത്തിന്റെ ദുരൂഹതകളിലേക്ക് വീണ്ടും ഇല്ലാത്ത കാര്യങ്ങൾ പറയട്ടെ. ഞാൻ തിരിച്ചു വരാം. ശ്രീ KVS ഹരിദാസ് തുടരും. ഞാൻ വരാം. ഞാൻ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. ഞാനൊരു ഉദാഹരണം. ഇന്നത്തെ ശശി തരൂരിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ട്, സനീഷ ഒന്ന് ശ്രദ്ധിക്കണം. No one who knew Sunanda believes she would ever have committed suicide, let alone abetment on my part. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സൂയിസൈഡ് ചെയ്യില്ല എന്നല്ലേ ശശി തരൂർ പോലും പറഞ്ഞിരിക്കുന്നേ. ശശി തരൂരിൻ്റെ ട്വീറ്റിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇത്തരത്തിൽ ഒരു സൂയിസൈഡ് ചെയ്യാൻ സുനന്ദ തയ്യാറാവില്ല. സുനന്ദയെ അറിയാവുന്നവർക്ക് മുഴുവൻ അറിയാം. പിന്നെയാണ് എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ കഴിയുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ്സ് എ മർഡർ എന്നുള്ള സൂചന ശശി തരൂർ തന്നെ നൽകുന്നില്ലേ? ആത്മഹത്യ ചെയ്യില്ല എന്ന അദ്ദേഹത്തിന്റെ ഒരുതരം ആഗ്രഹ ചിന്തയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഭാര്യയെക്കുറിച്ചുള്ള കൺസേൺ അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം. അല്ലാതെ ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഞാനാണ് കൊന്നത് എന്ന അപകടത്തിലേക്ക് എത്തിച്ചേരാൻ ശശി തരൂർ തയ്യാറാകുമോ? ആത്മഹത്യ ചെയ്യില്ല, അവരെ അറിയുന്ന ആരും വിശ്വസിക്കില്ല എന്ന് പറയുന്നതിനർത്ഥം അവരങ്ങനെയുള്ള സ്ത്രീയല്ല, ഞാൻ പ്രേരിപ്പിച്ചാൽ പോലും ചെയ്യുന്ന ആളല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ ശ്രീ KVS? അല്ല സനീഷ, അവിടെയാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഓട്ടോപ്സിയുടെ പ്രാധാന്യം കൂടുന്നത്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സുനന്ദയുടെ ബോഡിയിൽ 15 ഇഞ്ചുറീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 15 ഇഞ്ചുറീസ് ഓട്ടോപ്സിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിമറി നടത്താൻ വേണ്ടി പ്രഷർ ചെയ്തു. എൻ്റെ പുറത്ത് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് UPA ഭരിക്കുന്ന കാലത്ത് ഇത്തരം കൃത്യങ്ങളിലേക്ക് ഇവരെന്തിനാ പോയത്? മുറി വൃത്തിയാക്കിയത് എന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ CCTV നശിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? സുനന്ദ കിടന്ന മുറിയിലല്ലാതെ വേറൊരു മുറിയിൽ എങ്ങനെ ഡെഡ് ബോഡി കടന്നു കിട്ടിയത്? ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി, ഈ തരം ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ആ മരണത്തിന്റെ ദുരൂഹ സ്വഭാവം അനുസരിച്ച് ആവർത്തിച്ച് വരാവുന്നതാണ്. അതിപ്പോൾ ഈ കാര്യങ്ങളെ വളരെ അടുത്ത് നിന്നറിയുന്ന ആളുകൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെയും എല്ലാവർക്കും അതിന്റെ ദുരൂഹത അത്രമേൽ വലുതായതുകൊണ്ട് ഇത്തരം സംശയങ്ങൾ ആവർത്തിച്ച് വരാവുന്നതാണ്. നോക്കൂ, 3000 പേജുള്ള കുറ്റപത്രമാണ് ഡൽഹി പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് ആവശ്യത്തിന് മെഡിക്കൽ, ലീഗൽ, ഫോറൻസിക് തെളിവുകളുണ്ട് അവരുടെ ശശി തരൂരിനെതിരായിട്ടുള്ള ആരോപണത്തിന് ബലമേകുന്നതായിട്ട് എന്ന് ഡൽഹി പോലീസ് പറയുന്നുണ്ട്. ശശി തരൂരിനെ കുടുക്കാവുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ടാകും എന്ന് നിയമപരമായി കാണാണ്ടുന്ന സാഹചര്യമുണ്ടോ?
ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണത്തിലെ ദുരൂഹത ഏതാണ്ട് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അത് അതിൻ്റേതായ ഒരു നാച്ചുറൽ കൺക്ലൂഷനിലേക്ക് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതോടുകൂടി മരണകാരണത്തിൽ അതിലുള്ള ദുരൂഹത അവസാനിച്ചിരിക്കുകയാണ്. മരണം കൊലപാതകമോ സ്വാഭാവിക മരണമോ അല്ലെന്നും ആത്മഹത്യയാണെന്നുമുള്ള ഒരു നിഗമനം പോലീസ് കോടതിയിൽ പറഞ്ഞതോടുകൂടി, അന്വേഷണ ഏജൻസി കോടതിയിൽ പറഞ്ഞതോടുകൂടി ആ മരണകാരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ BJPയുടെ നേതാക്കൾക്ക് തന്നെ ഒന്നുകിൽ ഇപ്പോഴും കൊലപാതകമാണെന്നും അങ്ങനെ ഈ കുറേ വസ്തുതാപരമായ കുറേ തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഹോട്ടൽ റൂമിൽ മറ്റു മുറിയിലാണ് കിടന്നത്, അങ്ങനെയൊന്നുമല്ല, ആ മുറിയിൽ തന്നെയാണ് കിടന്നത്. അതുപോലെ CCTV നശിപ്പിച്ചു. ഇതൊന്നും പ്രോസിക്യൂഷന് പോലും കേസില്ല, ചാർജ് ഷീറ്റിൽ ഇല്ലാത്ത വസ്തുത. എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് വസ്തുത കിട്ടിയെന്നറിയില്ല. ഏതായാലും ഡൽഹി പോലീസിൻ്റെ നിഗമനം ഇതൊരു ആത്മഹത്യയാണ്, കൊലപാതകമല്ലെന്നാണ്. ഇനിയും ഇത് കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നവരോ അങ്ങനെ വാദിക്കുന്നവരോ സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള ഡൽഹി പോലീസിൻ്റെ കാര്യപ്രാപ്തിയിലും അതിൻ്റെ അന്വേഷണത്തിൻ്റെ പരാജയവുമാണ്, ആ കാര്യപ്രാപ്തിയാണ് സംശയിക്കുന്നത്, അതിനെയാണ് തള്ളിപ്പറയുന്നത്. സത്യത്തിൽ BJP നേതാവ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡൽഹി പോലീസിനെതിരെ തന്നെയാണ്. ഡൽഹി പോലീസിന് അന്വേഷണത്തിൽ കാര്യപ്രാപ്തി ഇല്ലെന്നാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ നിയമവശം ഞാൻ പറയാം. 2014 ജനുവരിയിലാണ് മരണം സംഭവിക്കുന്നത്. 2017 വരെ അന്വേഷിച്ച അന്വേഷണ ഏജൻസി ഡൽഹി പോലീസ് 2017 സെപ്റ്റംബറിൽ ഹൈക്കോടതിയിൽ പറയുന്നത് ഇതിൽ ഒരു സ്വാഭാവിക മരണമാണെന്നും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ആരെയും പ്രതിപ്പട്ടികയിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് 2017 സെപ്റ്റംബറിൽ ഡൽഹി ഹൈക്കോടതിയിൽ പറയുന്നത്. പിന്നീട് 2017 ഒക്ടോബറിൽ അടുത്ത ഹിയറിങ്ങിന് പറയുന്നത് ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഫോറൻസിക് സൈക്കോളജി എന്ന ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതുതായ അന്താരാഷ്ട്ര ഏജൻസികളെ വരെ ഉപയോഗിച്ചുകൊണ്ട് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു അന്വേഷണ മെത്തേഡ്, ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് ഒരു ഘട്ടം കൂടെ അന്വേഷിക്കാം, അതിനുശേഷം കേസിൻ്റെ അവസാനിപ്പിക്കണമെന്ന് വേണ്ടതെന്ന് ആലോചിക്കാം എന്നാണ് 2017 ഒക്ടോബർ മാസം ഇതേ അന്വേഷണ ഉദ്യോഗസ്ഥന് വേണ്ടി ഡൽഹി പോലീസിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഡൽഹി ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഫോറൻസിക് സൈക്കോളജി നടത്തുന്നു. ആ ഫോറൻസിക് സൈക്കോളജിയുടെ ഒരു ഭാഗമായ സൈക്കോളജിക്കൽ ഓട്ടോപ്സി, സാധാരണ മരണകാരണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഫിസിക്കൽ ഓട്ടോപ്സി, ബോഡി മൃതശരീരം ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. അതുപോലെ മരിച്ച വ്യക്തിയുടെ സൈക്കോളജിക്കൽ ഓട്ടോപ്സി, ആ മരിച്ച വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും മരിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന മുഴുവൻ സാഹചര്യങ്ങളും റീക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്? മരിച്ചവരുമായി അടുത്തിടപഴകുന്ന ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, മറ്റ് സാഹചര്യങ്ങൾ, ഇവരെല്ലാം ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ മെഡിക്കൽ റെക്കോർഡ്സോ ഇവരുടെ പേഴ്സണൽ ഡയറിയോ കത്തുകളോ കമ്മ്യൂണിക്കേഷൻസോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഓട്ടോപ്സി നടത്തിക്കൊണ്ട് ഈ മരണകാരണമോ അല്ലെങ്കിൽ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചൊരു സാഹചര്യം കണ്ടെത്തുന്നതിനുള്ള ഒരു അന്വേഷണ പ്രക്രിയയാണ് സൈക്കോളജിക്കൽ ഓട്ടോപ്സി. അങ്ങനെ 2017 നടത്തിയെന്ന് ഈ ഡൽഹി പോലീസ് അവകാശപ്പെടുന്ന ഒരു സൈക്കോളജിക്കൽ ഓട്ടോപ്സിയുടെ ബേസിസിലാണ്, അതിൻ്റെ സപ്പോർട്ടിലാണ് ഇപ്പോൾ 2018 6 മാസത്തിനിപ്പുറം ഇവർ ശശി തരൂരിനെതിരെ ആത്മഹത്യാ പ്രേരണ കേസ് 306 ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 306 അനുസരിച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇവിടെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്ന ഇതിന് ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻഷ്യറി വാല്യൂ ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം ഇല്ലെന്നുള്ളതാണ്. ഇതൊരു കൊറോബറേറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയൂ. പ്രൈമറി എവിഡൻസ്, ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ലാത്ത ഒരു കേസിൽ സൈക്കോളജിക്കൽ ഓട്ടോപ്സി സൈക്കോളജിക്കൽ ഓട്ടോപ്സിയെ കണ്ടെത്തിയ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കുറ്റപത്രം നിലനിൽക്കുകയോ അതിൽ പേര് ചേർക്കപ്പെട്ട പ്രതികളെ കുറ്റവാളികളെന്ന് തെളിയിക്കപ്പെടുകയോ ചെയ്ത ഒരു സാഹചര്യം ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ലോകത്തൊരിടത്തും സൈക്കോളജിക്കൽ ഓട്ടോപ്സിയെ ഒരു പ്രധാന തെളിവായി എടുത്ത് അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, സംശയം അവിടെയുണ്ട്. അതായത് ഈ സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന സംവിധാനം, ഈ പരിശോധനാ രീതി നിയമപരമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം രാജ്യത്തില്ല, അല്ലെങ്കിൽ അത്തരം സാഹചര്യം ഇല്ല എങ്കിൽ തന്നെയും മറ്റു കാര്യങ്ങളോട് ചേർത്ത് വെച്ചതിനെ സാധൂകരിച്ചാൽ പോരെ? ഇതിനു മുമ്പ് ഇവരുടെ മരണമുണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് പാകിസ്ഥാനിലൊരു മാധ്യമപ്രവർത്തകരുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ഈ കുടുംബത്തിനകത്തുണ്ടായിരുന്ന കുഴപ്പങ്ങൾ, അവിടെ ആ ഹോട്ടൽ മുറിക്കകത്ത് വെച്ച് അവരിരുവരും തമ്മിലുണ്ടായിരുന്ന സംഘർഷാത്മകമായ വാക്കുതർക്കം, അതായത് അത് കണ്ടതിന് അവിടെയുള്ള ജോലിക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ അതിന് സാക്ഷികളാണ്, ആ സാക്ഷിമൊഴി അവിടെയുണ്ട്. അങ്ങനെയുള്ള സംഗതികൾ, നേരത്തെ ഉണ്ടായിട്ടുള്ള ഇവർക്കിടയിലെ കുടുംബ പ്രശ്നങ്ങൾ, അതോടൊപ്പം ചേർത്ത് ഇത് കൊറോബറേറ്റ് നിൽക്കുകയില്ല ഈ കാര്യം കൂടെ, ഈ സൈക്കോളജിക്കൽ ഓട്ടോപ്സി? ഇവിടെ ഒരു നിയമപരമായ ഒരു ഡിഫിക്കൽട്ടി, അവർക്കൊരു ബുദ്ധിമുട്ട്, പ്രോസിക്യൂഷൻ നേരിടാൻ പോകുന്നൊരു ബുദ്ധിമുട്ട് 2014 സംഭവിച്ച മരണമാണ്.
ഫോറൻസിക് സൈക്കോളജിക്കൽ ഓട്ടോപ്സി ഉൾപ്പെടെയുള്ള എല്ലാ ഫോറൻസിക് സൈക്കോളജികളുടെയും തെളിവുകൾക്ക് ഒരു അപ്രമാദിത്വം കിട്ടണമെങ്കിൽ മരണവുമായി സംഭവവുമായി ഏറ്റവും അടുത്ത ഒരു പീരിയഡിൽ വിത്തിൻ ഷോർട്ടസ്റ്റ് പീരിയഡ് എടുക്കുന്ന നിഗമനങ്ങളിലൂടെ അത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ എവിഡൻസിന് മാത്രമേ ഒരു ലീഗൽ എവിഡൻസിന് വാല്യൂ കിട്ടൂ. ഇവിടെ 4 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇത്തരത്തിലൊരു ഫോറൻസിക് സൈക്കോളജി ഒക്കെ ഇവർ നടത്തിയിട്ടുള്ളത്. ആ 4 വർഷങ്ങൾക്ക് ഇപ്പുറം നടത്തിയ ഫോറൻസിക് സൈക്കോളജിക്ക് ഈ 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒരു കുറ്റപത്രം തെളിയിക്കാൻ കഴിയുമെന്നത് നിയമപരമായി അങ്ങേയറ്റത്തെ സംശയകരമായ ഒരു കാര്യമാണ്. നിയമപരമായ സാധ്യത വളരെ കുറവാണ്. ഹോട്ടൽ ജീവനക്കാരെന്ന് പറയുന്നത് ഞാൻ പറയാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ആർ വി രാജേഷ്, ഇവിടെ കൊലപാതകമല്ല എന്ന് പോലീസ് സംഘം ഈ 4 വർഷത്തിന് ശേഷം കൊലപാതകമല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ ആശ്വാസത്തിന് വകയുണ്ട് ശശി തരൂരിന്, അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും. കൊലപാതക കേസിൽ ഉൾപ്പെടേണ്ടതായ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനില്ല. പക്ഷേ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഈ പറയുന്ന സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ തന്നെയും അവിടെ ഉണ്ട്. ഈ പറയുന്ന ആധുനികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് 6 മാസം മുമ്പ് വരെ അങ്ങനെയൊന്നും പറയാതിരുന്നത് എന്നതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞതിലുണ്ട്. അതായത് അതിനുശേഷമാണ് ഈ പറയുന്ന ഫോറൻസിക് പരിശോധന, ഈ സൈക്കോളജിക്കൽ ഫോറൻസിക് പരിശോധനയൊക്കെ നടന്നത്. അതുകൊണ്ട് സാധാരണമായ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെയും അതൊരു ആത്മഹത്യ ആകാനാണ് സാധ്യത എന്ന തോന്നലുള്ള സാധാരണമായ സാഹചര്യങ്ങൾ തന്നെയുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന പുതിയ കാര്യങ്ങൾ കൂടെ വരുമ്പോൾ കുറ്റപത്രം ആത്യന്തികമായിട്ട് എങ്ങനെയാണ് ഈ കേസ് പരിസമാപ്തിയിലെത്തുക എന്നതൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെയും രാഷ്ട്രീയമായ ബുദ്ധിമുട്ട് നേരിടേണ്ടുന്ന സാഹചര്യം അദ്ദേഹത്തിന് മേലുണ്ട്. അത് നേരിട്ടേ പറ്റൂ എന്താണ് അവസ്ഥ. അതുകൊണ്ട് ഇതിന് BJP സർക്കാരിനെയോ മോദിയെയോ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി നേരിടുക തന്നെ ചെയ്യും, അതിനകത്തൊരു സംശയം വേണ്ട. ശ്രീ KVS ഹരിദാസ് അദ്ദേഹം പറഞ്ഞത് ഒരു BJPയുടെ ഒരു അജണ്ടയാണ്. BJP കഴിഞ്ഞ 4 വർഷക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശശി തരൂരിനെ ഈ കേസിൽ കൊലപാതക കുറ്റത്തിന് കേസെടുത്ത് അദ്ദേഹത്തിന് ജയിലിലടയ്ക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് BJPയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. 4 വർഷക്കാലം ഈ കേസ് നടന്നതിന് ശേഷം 4 മാസക്കാലം മാത്രമാണ് UPയുടെ ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. അതിനുശേഷം 4 വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് BJPയാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ ആ ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഡൽഹി പോലീസ്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് ഡൽഹി പോലീസ് പ്രവർത്തിക്കുന്നത്. ആ ഡൽഹി പോലീസ് ഈ കേസ് വളരെ വിശദമായി അന്വേഷിച്ചു. പല പ്രാവശ്യം ഇതിനകത്ത് വിദഗ്ധമായ പല പരിശോധനകളും നടത്തി. എയിംസിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തി. അതിന് പുറമെ അത് അമേരിക്കയിലേക്ക് ആന്തരിക അവയവങ്ങൾ ആ പരിശോധന പോരാ എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കയിലേക്ക് ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുന്നത്. ആ പരിശോധനാ റിപ്പോർട്ടുകൾ എല്ലാം വന്നതിന് ശേഷം 6 മാസത്തിനു മുമ്പ് ഡൽഹി പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്താ? ഈ കേസിൽ വ്യക്തമായ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇത് ആത്മഹത്യയാണെന്നോ കൊലപാതകമാണെന്നോ ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കൊലപാതകമല്ല എന്ന് ഇന്ന് ഡൽഹി പോലീസ് ഏറ്റവും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ എന്താ, ഇത്രയും കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിന് റിസൾട്ട് ഉണ്ടാകണം. അപ്പോൾ പിന്നെ ആത്മഹത്യയാക്കി മാറ്റിയിരിക്കുന്നു. ആത്മഹത്യയാണെങ്കിൽ ആരാണ് ആത്മഹത്യക്ക് ഉത്തരവാദി? അത് ശശി തരൂർ തന്നെ എന്ന് ഡൽഹി പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് ഒരാളിനെതിരെ ആ വ്യക്തിയുടെ മരണത്തിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ കേസെടുക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ചില തെളിവുകൾ വേണം. നമ്മൾ അറിയാമല്ലോ, ഇവിടെ അഭിഭാഷകരുണ്ടല്ലോ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുകിൽ ആ വ്യക്തിയുടെ മരണമൊഴി ഉണ്ടാകണം, അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ഈ സ്റ്റേറ്റ്മെന്റ്, ഐ വിറ്റ്നസ് അല്ലെങ്കിൽ വിറ്റ്നസ് സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകണം. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ബന്ധുക്കളുടെ പരാതി ഉണ്ടാകണം. ഇവിടെ ആ സുനന്ദ പുഷ്കറിന്റെ ബന്ധുക്കളുടെ ആരുടെയും പരാതി പോലുമില്ല. അങ്ങനെ പരാതിയില്ലാതെ, ആത്മഹത്യാ കുറിപ്പില്ലാതെ, ആത്മഹത്യാ കുറിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇതൊന്നുമില്ലാതെ ശശി തരൂരിനെതിരെ ആത്മഹത്യാ പ്രേരണത്തിന് കേസെടുക്കുന്നത് ഇന്ത്യൻ നിയമത്തിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് താങ്കൾ പറയുമ്പോൾ അത് സ്വാഭാവികമാണ്, ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ശ്രീ രാജേഷ്, അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ നേരത്തെ ശ്രീ KVS ഹരിദാസ് ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുതയുണ്ട്. അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത് എയിംസിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സുധീർ ഗുപ്ത അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ തനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു, ഗുലാം നബി ആസാദും ശശി തരൂരും സമ്മർദ്ദം ചെലുത്തി, എനിക്ക് ശരിയായ കാര്യങ്ങൾ എഴുതി വെക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഏതോ വിധത്തിൽ മാനേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അതുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്നത് പോലെ ആത്മഹത്യാ കുറിപ്പില്ലാത്തത്, ബന്ധുക്കളുടെ ആരോപണ മൊഴിയില്ലാത്തത് ഒക്കെ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് രാജ്യാന്തരീയ പ്രശസ്തിയും സ്വാധീനവുമുള്ള ശശി തരൂർ ഇടപെട്ട് ഇല്ലാതാക്കിയതായിക്കൂടെ എന്ന ചോദ്യം അവിടെ ഉണ്ട്. അത് എത്രമേൽ പ്രസക്തമല്ല എന്ന് കോൺഗ്രസ് മനസ്സുള്ള ആളുകൾക്ക് തോന്നിയാലും അവിടെ ആ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് ലീഡ് ചെയ്യുമ്പോഴാണ്, ആ ചോദ്യവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ പോലീസിൻ്റെ ഇന്നത്തെ നടപടി
ശശി തരൂരിനെ കുറ്റക്കാരനാക്കുന്നതല്ലേ അതായിരിക്കുകയില്ലേ വസ്തുത എന്ന് സംശയിക്കുന്നത്? അതിനെ തള്ളിക്കളയാൻ പറ്റുമോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുധീർ ഗുപ്ത ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ, ആ സംശയങ്ങളാണ് ഈ കേസിനെ അതിന് ചില ദൂരീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചത്. എയിംസിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. അപ്പോൾ പറയുന്നു ആ പരിശോധനാ ഫലം അത് പൂർണ്ണമായും ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലേക്ക് ഈ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചത്. ആ പരിശോധനാ റിപ്പോർട്ട് വന്നു. ആ പരിശോധനാ റിപ്പോർട്ടിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മറ്റു രീതിയിലേക്ക്, ഇത് ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലേക്ക്, അതല്ലെങ്കിൽ ഇത് കൊലപാതകമാണ് എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക? പോലീസ് ഇതിനകത്ത് വളരെ വിശദമായി 4 വർഷക്കാലമായി അന്വേഷണം നടത്തി. BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ഈ പോലീസിനെ കുറിച്ച് അന്വേഷിക്കാമല്ലോ. അത് അന്വേഷിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കഴിവുകേടല്ലേ? നിങ്ങൾ ഇവിടെ ഒന്ന് ചാനലിന് മുന്നിൽ ഒന്ന് പ്രസംഗിച്ചിട്ട് കാര്യമല്ലോ. നിങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് കീഴിലുള്ള പോലീസ് സേന, ആ ഡൽഹി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഈ കേസിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫോറൻസിക് പരിശോധനയിൽ ഏതെങ്കിലും അസ്വാഭാവികത നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ആത്മഹത്യ പ്രേരണ ചുമത്തുന്ന രീതിയിലേക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ ബ്ലൈൻഡായി പിന്നെ ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ ആ വ്യക്തിയുടെ ശ്രീ ശശി തരൂർ ആ സമയമെല്ലാം മാധ്യമങ്ങളുടെ പൂർണ്ണമായ വലയത്തിലായിരുന്നു. അദ്ദേഹം നമ്മളെല്ലാം കണ്ടതാണ്. മാധ്യമത്തിൽ അദ്ദേഹം ഒരു ഭാര്യ മരിച്ച് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് 3-4 ദിവസം ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ നമ്മൾ നേരിട്ട് കണ്ടുപോകും. അതിനിടയ്ക്ക് എപ്പോഴാണ് അദ്ദേഹം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം എപ്പോഴാണ് ഈ സുധീർ ഗുപ്തയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ സുനന്ദ പുഷ്കറിന്റെ ബന്ധുക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്? അതിനുള്ള യാതൊരു സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ മാധ്യമങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഈ മാധ്യമങ്ങൾ ഇതെല്ലാം ലൈവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ മുറി വൃത്തിയാക്കി എന്ന് പറയുന്നത് പോലെ ഇവിടെ മറ്റൊരു അസംബന്ധമാണ്. ഇവിടെ ഈ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു, സംശയിച്ചുകൂടെ നമുക്ക് എന്നൊരു കാര്യമുണ്ട് അവിടെ. ഡോക്ടർ ശശി തരൂരിന് മാത്രമല്ല സുധീർ ഗുപ്തയെയും സംശയിക്കാമല്ലോ. അദ്ദേഹം എന്തോ ഒരു മരുന്ന്, ഏതോ അൽപ്രാക്സ് ഗുളിക, ആ പേര് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഒരുതരം ഒരു ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് എഴുതിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു തെളിവും ആ ആന്തരികാവയവ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചില്ല. അത് എയിംസിൽ മാത്രമല്ല അമേരിക്കയിലേക്ക് അയച്ച് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളുള്ളിടത്തേക്ക് അയച്ചിട്ട് പരിശോധിച്ചപ്പോഴും ഈ പറയുന്ന മരുന്നിൻ്റെയോ വിഷത്തിൻ്റെയോ അംശം ഉള്ളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന വസ്തുത ഉണ്ടായിരിക്കെ മറ്റേതോ വിധത്തിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയത് ആയിരിക്കുകയില്ലേ സുധീർ ഗുപ്ത എന്ന സംശയം വരുന്നത്? ശ്രീ KVS ഹരിദാസ്. അല്ല സനീഷേ, 2000 പേജുള്ള ഒരു ചാർജ് ഷീറ്റ് 3000 ഡൽഹിയിലെ കോടതിയിൽ ഡൽഹി പോലീസ് കൊടുത്തിട്ടുണ്ട്. 3000 പേജ് അതൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. അതൊരു വളരെ സേഫ് കസ്റ്റഡിയിൽ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് എന്താണ് ഉള്ളതെന്ന് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? ഏതാനും ചില ഇന്ന കുറ്റമാണ് ചാർജ് വന്നിട്ടുള്ളതെന്നാണ്. ബാക്കി മുഴുവൻ ഞാനും നിങ്ങളും പറയുന്നത് മുഴുവൻ ബാക്ക്ഗ്രൗണ്ടാണ്. ചാർജ് ഷീറ്റിൽ എന്താണ് ഉള്ളതെന്നുള്ളത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് കോടതി പരിശോധിച്ച് കോടതി അത് തന്നെയാണ് നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് സാങ്കേതികമായിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ നമുക്കറിയുകയില്ല. ശരിയാണ്, 3000 പേജാണ്. പക്ഷേ 6 മാസം മുമ്പ് വരെയും ഒരാളെയും കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ 6 മാസത്തിനകത്താണ് രാഷ്ട്രീയമായിട്ട് കുറെ കൂടെ ജാഗ്രതയോടുകൂടി ശശി തരൂരിനെ ഒന്ന് പൂട്ടാനുള്ള സമയമായിട്ടുണ്ട്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് എന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നതൊഴിച്ചാൽ 6 മാസം കൊണ്ട് 4 കൊല്ലം ഇല്ലാത്ത എന്ത് അത്ഭുതം ഉണ്ടാകാനാണ്? അല്ല സനീഷേ, ഇതിന് തൊട്ട് മുമ്പ് ഇപ്പോഴാണ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്. ഈ ചാർജ് ഷീറ്റിന് മുമ്പ് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ഡൽഹി പോലീസിനോട്. കാരണം സുബ്രഹ്മണ്യ സ്വാമി സമർപ്പിച്ച ഹർജിയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൽ കോടതി ചോദിച്ചു എന്തായി അന്വേഷണം. അപ്പോൾ ഇത് അവസാന സ്റ്റേജിലാണ്, ചാർജ് ഷീറ്റ് ഉടനെ കൊടുക്കും എന്ന് പറഞ്ഞു. ഇത്രാം തീയതിക്ക് കൊടുക്കും എന്ന് പറഞ്ഞതും സുപ്രീം കോടതിയിലാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വരെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ അത്യുന്നത നീതിപീഠത്തിൻ്റെ ഒരു നിർദ്ദേശവും കൂടി ഉണ്ടായിരുന്നു. ഒരു കാര്യവുമില്ലെങ്കിൽ ഈ ഡൽഹി പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷമാണ് പോലീസിനോട് ചോദിക്കുന്നത് എന്നാ നിങ്ങൾ ചാർജ് ഷീറ്റ് കൊടുക്കാമെന്ന്. അപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ.
ഞാൻ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ഒരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് കാണണമെങ്കിൽ എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യ ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം വേണം, അതിനെക്കുറിച്ച് ഒരു 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 എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള എന്താ കാരണമെന്നുള്ളത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് ഇതുവരെ ശശി തരൂരിന് തോന്നാതിരുന്നത്? ഇതുവരെ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ലല്ലോ. ഡൽഹി പോലീസിൻ്റെ അന്വേഷണങ്ങൾ പലവട്ടം നടന്നിട്ടുണ്ട്, പല തവണ അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ദുരൂഹത മാറ്റിയെടുക്കണം എന്നൊരു തോന്നൽ ശശി തരൂരെ പ്രകടിപ്പിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറൊരു കാര്യം കൂടിയുണ്ട് സനീഷെ, നമ്മൾ കാണാതെ പോയിക്കൂടാത്തത്. നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ്. ഈ ശ്രീമതി ശശി തരൂര് ഡൽഹിയിലെത്തിയതിന് ശേഷം ചില മാധ്യമപ്രവർത്തകരുമായിട്ട് സംവദിച്ചിരുന്നു. അവർ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമ്മൾ മറന്നുകൂടാ. അതിനു വേണ്ടിയിട്ട് ചില പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ കാണാൻ സമയവും നിശ്ചയിച്ചിരുന്നു. അതിനിടയിലാണ് അവർ മരണപ്പെടുന്നത് എന്നുള്ള ദുരൂഹത കൂടി നമ്മളിവിടെ കാണാതെ അതുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. പറയുന്ന കാര്യങ്ങളോ അല്ല, അതൊന്നും ദുരൂഹത ആ നിലക്കുള്ളതല്ല. അപ്പോൾ തന്നെയും കൊലപാതകം എന്നതിലേക്കൊന്നും കാര്യങ്ങൾ പോവുകയില്ല. ആത്മഹത്യ എന്ന് ഒരുപക്ഷെ പോലീസ് പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടാകാം എന്ന തോന്നലുണ്ടാകാം. അഡ്വക്കേറ്റ് സുൽഫിക്കർ, ഇവിടെ ശശി തരൂരിന് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സംഭവങ്ങളോടെ കുറെ കൂടെ ഗുണപരമായ സാഹചര്യമുണ്ടായി എന്നുകൂടെ കരുതേണ്ടുന്ന സാഹചര്യമില്ലേ? അദ്ദേഹം തന്നെ പറയുന്നത് സുനന്ദ ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. ആത്മഹത്യ ചെയ്യില്ല എന്ന് വെച്ചാൽ കൊലപാതകമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കാവുന്ന സാഹചര്യമുണ്ട്. ശ്രീ KVS ഹരിദാസ് അത് പറഞ്ഞു. കൊലപാതക കുറ്റത്തിൽ ചെന്ന് പെടേണ്ടുന്ന, അതിന് ആരോപണ വിധേയനാകേണ്ടുന്ന, കുറ്റാരോപണം വരേണ്ടുന്ന ശശി തരൂർ ഇതിപ്പോൾ ആത്മഹത്യ മാത്രമാണ്, ആ തരത്തിൽ നേരിട്ടാൽ മതി എന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഗുണപരമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഈ കോൺഗ്രസ് BJPയെയും അന്വേഷണ സംഘത്തെയും വിമർശിക്കുന്നത് ശരിയായ കാര്യമാണോ? ആകുമോ? സത്യത്തിൽ അതാണ് അതിൻ്റെ വാസ്തവം. കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഒരു വലിയ പുകമറയ്ക്കുള്ളിൽ ശശി തരൂരിനെ തേജോവധം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഒരു തിരിച്ചടിയും, ശശി തരൂരിന് യഥാർത്ഥത്തിൽ ഇതൊരു ക്ലീൻ ചിറ്റുമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ശശി തരൂരിന് മേലെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലൊക്കെ ഒരു വലിയ രീതിയിലൊരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്ന ശശി തരൂരിനെ കുറച്ചുകൂടി സേഫായി തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു 3000 പേജുള്ള ചാർജ് ഷീറ്റ്, കുറ്റപത്രം നമ്മളാരും വായിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. ശരിയാണ്, ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് 3000 പേജുള്ള കുറ്റപത്രം ആർക്കും വായിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിലെ പ്രധാന വസ്തുതകൾ ഡൽഹി പോലീസ് തന്നെ പത്രക്കുറിപ്പായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ആ പത്രക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൃശ്യ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പത്രക്കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുനന്ദ പുഷ്കറിൻ്റെ മരണം ഒരു കൊലപാതകമല്ല. 2, അതൊരു ആത്മഹത്യയാണ്, അതൊരു സ്വാഭാവിക മരണവുമല്ല, ഒരു ആത്മഹത്യയാണ് അവരുടെ മരണം. 3-ാമത് കാര്യം, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 498A വകുപ്പ് പ്രകാരവും 306 വകുപ്പ് പ്രകാരവും ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും ശശി തരൂരിനെ വിചാരണ ചെയ്യേണ്ടതുണ്ടെന്നും അവരുടെ കുറ്റപത്രത്തിൽ പറയുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന കണ്ടെത്തലുകൾ. ഇവിടെ 498A എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു വകുപ്പ്, ഗാർഹിക പീഡനം എന്ന് പറയുന്ന കുറ്റകൃത്യം, ആ കുറ്റകൃത്യം നടന്നതെങ്കിൽ ഒന്ന് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുള്ളതായിരിക്കണം. പ്രോസിക്യൂഷൻ പോലും അങ്ങനെ ഒരു കേസില്ല. അന്വേഷണ ഏജൻസിക്കോ ശശി തരൂരിനെ എതിർഭാഗത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കോ പോലും സ്ത്രീധന ആവശ്യവുമായി ബന്ധപ്പെട്ട് തരൂരിനെതിരെ ഒരു ആരോപണവുമില്ല, അദ്ദേഹത്തിന് ഒരു ആരോപണമില്ല. മറ്റൊന്ന്, ശാരീരികമായി ഏതെങ്കിലും തരത്തിലുള്ള മുറിവേൽപ്പിച്ചു എന്നും ശശി തരൂരിനെതിരെ കേസില്ല. ഇപ്പോൾ കുറ്റപത്രത്തിൽ അവർ പറയുന്ന ഈ പത്രക്കുറിപ്പിൽ അവർ ഒരിക്കലും ശാരീരിക ക്രൂര പീഡനത്തിന് അവരെ സുനന്ദ പുഷ്കറിനെ ശശി തരൂർ ഇരയാക്കി എന്നുള്ള ഒരു ആരോപണമില്ല. മാനസികമായ ക്രൂവൽറ്റി, മെൻ്റൽ ക്രൂവൽറ്റിയാണ് അവർ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരോപിക്കുന്നത്. ശാരീരിക പീഡ, ഇപ്പോൾ മരണസമയത്ത് ഉണ്ട് ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ശരീരത്തിലുണ്ടായിരുന്ന ഒരു മുറിവും പ്രോസിക്യൂഷൻ ശശി തരൂരിന്റെ മേൽ ആട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, ചുമത്തിയിട്ടില്ല. മാനസികമായ പീഡനത്തിലൂടെ സാഹചര്യത്തിലേക്ക് അഡ്വക്കേറ്റ് സുൽഫിക്കർ, പക്ഷേ അവിടെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഫിസിക്കലി ക്രൂരത കാണിച്ചിട്ടുണ്ട് എന്നുകൂടെ ഉണ്ടല്ലോ അതിനകത്ത്. ശശി തരൂരിനെതിരെ ആ ആരോപണം കൂടെ ഉണ്ട് എന്നാണല്ലോ
വിവരങ്ങളിൽ കാണുന്നത്? ഇല്ല, അങ്ങനെയാണെങ്കിൽ 498A 306 പോരാ. 307 അല്ലെങ്കിൽ 324 326 പോലെയുള്ള ശാരീരിക അക്രമങ്ങൾ കൂടെ വകുപ്പ് വേണം. ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രത്തിൽ 498A 306 ഉള്ളൂ. 498A ആദ്യത്തെ പാർട്ടാണ് ഉള്ളത്. രണ്ടാമത്തെ പാർട്ടിൽ ആദ്യത്തെ പാർട്ടിൽ ക്രൂവൽറ്റി വരുന്നുണ്ടെങ്കിലും നമുക്ക് അനുമാനിക്കേണ്ടത് 307 324 326 ശാരീരികമായ ഏതെങ്കിലും പരിക്കുകൾക്കോ ഹർട്ടിനോ ഗ്രീവിയസ് ഹർട്ടിനോ അറ്റംപ്റ്റ് മർഡറിനോ കേസില്ലാത്ത സ്ഥിതിക്ക് അത് മാനസികമായ പീഡനം മാത്രമായേ നമുക്ക് കാണാൻ കഴിയൂ. മറ്റൊന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അതും ശാരീരികമായ ആക്രമണമല്ല, മാനസികമായ ഒരു ആക്രമണമാണ്, മാനസികമായ ഒരു സമ്മർദ്ദത്തിലാക്കലാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ശശി തരൂരിന് ആരോപണമുള്ളൂ. സത്യത്തിൽ തരൂരിന് ഒരു പരിധി വരെ ഇത് ക്ലീൻ ചിറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഡൽഹി പോലീസ്. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഈ ആദ്യം 498 വരാം. 498A നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അവരുടെ 498A നിലനിൽക്കണമെങ്കിൽ ഇരയോ അല്ലെങ്കിൽ ആ ഇരയുടെ ബന്ധുക്കളോ കുടുംബങ്ങളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിലൊരു പരാതി ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ ഒരു പരാതിയും അവരുടെ കുടുംബാംഗങ്ങൾക്കോ അവരിൽ നിന്നോ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. മരിച്ച് 4 കൊല്ലത്തിന് ശേഷം മരണത്തിന് 400 മുമ്പ് ഒരു ഗാർഹിക പീഡനം നടന്നിരുന്നു എന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോൾ അത് തെളിയിക്കുക, അത് വളരെ സംശയകരമാണ്. ഒട്ടും അടിസ്ഥാനപരമല്ലാത്ത ഒരു ചാർജാണ് അതിലുള്ളത്. മരിച്ച് 4 കൊല്ലം മുമ്പ് മരിച്ച ഒരു വ്യക്തിക്ക് ആ 4 കൊല്ലം മുമ്പ് ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നു, മാനസികമായ ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നു. അതും ഡവറി സ്ത്രീധനവുമായി ആവശ്യപ്പെട്ട യാതൊരു ആവശ്യങ്ങളും അത്തരത്തിലുള്ള ആരോപണങ്ങളുമില്ല. മറ്റെന്തൊക്കെയോ കാരണത്തിലുള്ള ശാരീരിക അവിടെ പക്ഷേ ഒരു ലോജിക്കൽ പ്രശ്നമില്ല. 4, 5, 10 വർഷമാകട്ടെ, ആ സംഭവം നടന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസാണല്ലോ, അതിന്റെ അന്വേഷണമാണല്ലോ. എത്ര വർഷം കഴിഞ്ഞാൽ എന്താണ്, ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് പോലീസ് അന്വേഷണ സംഘം ഒരു കൺക്ലൂഷനിലെത്തുകയല്ലേ ചെയ്യുക. അത് ഏത് വർഷമായാൽ എന്താണ്, വർഷക്കണക്ക് അതിനെ ഏത് നിലക്കാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലായില്ല. അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് ഇപ്പോൾ പല കാലങ്ങളായി അന്വേഷിച്ചിട്ട് അവരതിൻ്റെ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിൽ കാലപ്പഴക്കം ഏത് നിലക്കാണ് പ്രശ്നമാവുക? കാലപ്പഴക്കം അന്വേഷണ ഏജൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തെളിവുകളുടെ അഭാവത്തിലാണ്. തെളിവുകൾ നിരത്താൻ, നിയമപരമായി നിലനിൽക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഈ കാലപ്പഴക്കം ഒരു വലിയ തടസ്സം അന്വേഷണ ഏജൻസിക്ക് സൃഷ്ടിക്കും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് കുറേ മുമ്പായിരുന്നു. ഒരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തെളിയിക്കാൻ തന്നെ കണ്ടെത്താൻ തന്നെ 4 കൊല്ലം എടുത്തു. ആ 4 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ പറയുന്നു മരണത്തിന് മുമ്പ് അവർക്ക് ഗാർഹിക പീഡനം, മാനസികമായ ഗാർഹിക പീഡനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ 498A ചാർജും നിലനിൽക്കുമെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നില്ല നിയമപരമായി നിലനിൽക്കുന്ന എന്തെങ്കിലും നിയമപരമായിട്ടുള്ള അറിവില്ലാതെ ഇതിനെക്കുറിച്ച് പുറത്തു നിന്നുള്ള വളരെ ദൂരെ നിന്നുള്ള അറിവുള്ള ആളുകൾക്ക് മാത്രം എത്തിച്ചേരാവുന്ന ഒരു നിഗമനത്തിലേക്ക് അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു, അവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവർ തമ്മിൽ വഴക്കിട്ടിരുന്നു, അതിനകത്ത് മറ്റൊരു സ്ത്രീ കൂടെ ഉൾച്ചേർന്ന ആക്ഷേപങ്ങൾ പുറത്തു തന്നെയും വന്നിരുന്നു. സുനന്ദ പുഷ്കർ മെഹർ തരാറിൻ്റെ പേര് വെച്ച് ട്വീറ്റ് ചെയ്യുകയും അത് പരസ്യമായി തന്നെ ട്വീറ്റ് ചെയ്യുകയും വാർത്തയാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് സുനന്ദ പുഷ്കർ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അവിടെ ഹോട്ടൽ മുറിക്കകത്ത് വഴക്കുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ബന്ധം ഒട്ടും നല്ല നിലക്കായിരുന്നില്ല പോയത്. അതുകൊണ്ട് തന്നെയും ആത്മഹത്യ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഭർത്താവ് സംശയിക്കപ്പെടുമല്ലോ എന്ന നിയമപരമായിട്ടും ലീഗൽ, മെഡിക്കൽ, ഫോറൻസിക് ഒന്നും തെളിവുകളില്ലാതെയും നമുക്ക് എത്തിച്ചേരാവുന്ന വളരെ സാധാരണമായ കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് കണക്കാക്കുക എന്നതല്ലാതെ അത്യന്തം ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആത്യന്തികമായിട്ടത് ശശി തരൂരിന് ഗുണമായിട്ടാണ് വരിക. എന്തുകൊണ്ടെന്നാൽ കൊലപാതകമല്ല, ഇതൊരു ആത്മഹത്യയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ച് കുറ്റപത്രം നൽകിയതോടുകൂടി അതിൻ്റെ ഗൗരവം പോവുകയാണ്. ആത്മഹത്യക്ക് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സംഘർഷത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊരു കൊലപാതകമല്ല എന്നത് രാഷ്ട്രീയ നേതാവായിട്ടുള്ള ദേശാന്തര പ്രശസ്തിയും സ്വാധീനവുമൊക്കെയുള്ള ശശി തരൂരിനെ രാഷ്ട്രീയമായിട്ട് ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു കാരണമേ അല്ല എന്ന് BJPക്ക് മനസ്സിലാവുന്നുണ്ടാകുമല്ലോ, അല്ലേ? അല്ല സനീഷേ, ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ ശശി തരൂർ എന്തിനാ ഇത്ര വലിയ ബേജാറാകുന്നേ? കോൺഗ്രസ്സുകാരെന്തിനാ ഇത്ര വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നേ? ഒരു മരണം നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഞാനിപ്പോഴും പഴയ കഥയിലേക്കാണ് വരുന്നത്. മരണം നടന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ മരണം നടന്ന ഹോട്ടലിൽ
CCTV ഉൾപ്പെടെയുള്ളത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അത് എന്തിനെ നശിപ്പിച്ചു, ആര് പറഞ്ഞിട്ട് നശിപ്പിച്ചു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കോടതിയിൽ വരാൻ പോവുകയല്ലേ. ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കൊടുത്തിട്ടുള്ള ചാർജ് ഷീറ്റ് ഒരു വലിയ കേസിൻ്റെ തുടക്കം മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാർക്കറിയാം, അത് ശശി തരൂരിനും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ ചാർജ് ഷീറ്റിൽ എല്ലാം അവസാനിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൻ്റെ പുറത്ത് കോടതിക്ക് അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും, കോടതിക്ക് ഇടപെടേണ്ടി വരും. ആ സമയത്ത് ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാൻ എല്ലാവരും നിർബന്ധിതരാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവിടെ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആത്മഹത്യാ കുറിപ്പ് എന്നൊരു സംഗതിയേ ഇല്ല. ഇദ്ദേഹത്തെ ശശി തരൂരിനെ കുറ്റപ്പെടുത്തുന്ന എന്തെങ്കിലും എഴുത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഒരു മകനുണ്ട്, അവർക്ക് സഹോദരങ്ങളുണ്ട്. അവരിരുവരും ഏതെങ്കിലും നിലക്ക് സംശയിക്കാവുന്ന സാഹചര്യം ഇക്കാര്യത്തിലുണ്ട്. അവരിരുവരുമല്ല, 2 സഹോദരങ്ങളുണ്ട്. 3 പേരും ഏതെങ്കിലും തരത്തിൽ സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുമില്ല. ശശി തരൂരിനെ ഞങ്ങൾക്ക് സംശയമില്ല, ആത്മഹത്യയിലേക്ക് പോകാവുന്ന വിഷാദ രോഗ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്ന നിലക്കാണ് മകൻ്റെ മൊഴിയെന്നാണ് അറിയാനും സാധിച്ചുള്ളത്. പരാതിയില്ലാത്തിടത്ത് ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തരൂരിന് കുഴപ്പമുണ്ടാകുമെന്ന് വിചാരിക്കണമെങ്കിൽ അത് ശരിയായിരിക്കുമോ? സനീഷ, ഈ സംഭവത്തിൻ്റെ പുറകിൽ നമ്മളിപ്പോൾ കാണുന്നതല്ല, അതിന് പിന്നാലെ അതിനപ്പുറത്ത് പലതും ഉണ്ടെന്ന് വിചാരിക്കുന്നവർ അനവധി പേരുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ അതിൽ പെടും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണം അവിടെ സംഭവിക്കേണ്ടതുണ്ടായിരുന്നോ? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, സുനന്ദ പുഷ്കർ മാധ്യമപ്രവർത്തകരെ കാണുന്നത് തടയേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? ശശി തരൂരിൻ്റെ മാത്രം ആവശ്യമായിരുന്നു എന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല. അതിനപ്പുറത്ത് എന്തോ ഉണ്ടായിരുന്നു. അത് അങ്ങനെ വിചാരിക്കുന്നതാണ്. അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയിൽ ഏറെക്കുറെ വ്യക്തമാണ്. കാരണം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ കാര്യം ഞാൻ വന്ന് ചാനലിൽ പറയേണ്ട കാര്യമില്ല, നമ്മൾ പുറം ലോകം മുഴുവൻ കണ്ടതാണത്. കാരണം അപ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നവരാണ് ഇന്ത്യ സമൂഹത്തിലുള്ളത്. അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആ ഡെഡ് ബോഡി കടന്ന മുറി മാറിയത്, ആ മുറികൾ ശുദ്ധീകരിക്കപ്പെട്ടത്, അവിടുത്തെ CCTV നശിപ്പിക്കപ്പെട്ടത്, അവിടെ കാറിൽ ആരൊക്കെ വന്ന് ഇറങ്ങുന്നു എന്ന് പറയുന്ന ഭാഗത്തെ CCTV പോലും നശിപ്പിക്കപ്പെട്ടത്, ഇതൊന്നും ചെറിയ കാര്യമല്ല. ലീല പാലസ് പോലുള്ളൊരു ഹോട്ടലിൽ അതൊക്കെ ചെയ്യേണ്ടി വന്നുവെങ്കിൽ അതൊരു സാധാരണ ഈവൻ ശശി തരൂര് പറഞ്ഞാൽ പോലും നടക്കുമായിരുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ സർക്കാരിന്റെ നേരെ ചുമതലയിലുള്ള അന്വേഷണത്തിൽ വരാത്തത് എന്താണെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടും ശ്രീ KVS ഹരിദാസ്. പക്ഷേ ശ്രീ ആർ വി രാജേഷ് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്നത് ഗൗരവതരമായിട്ടുള്ള സംഗതിയല്ല, കൊലപാതകത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പറയൂ ശ്രീ സുൽഫിക്കർ. ഇവിടെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, മൃതദേഹം കടന്നത് മറ്റൊരു റൂമിലാണെന്നും CCTV നശിപ്പിച്ചെന്നുള്ളതും. ഏത് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വസ്തുത പറയുന്നതെന്ന് അദ്ദേഹം പറയണം. നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ചാനൽ ചർച്ചയിൽ അസംബന്ധം അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടില്ലാത്ത കാര്യം വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നതാണ് അതിന്റെ കാര്യം. അതായത് ശശി തരൂരിനെ ബുദ്ധിമുട്ടിക്കാവുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. രാഷ്ട്രീയമായിട്ട് ഉത്തരം പറയേണ്ടുന്നത്, അതായത് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് പറഞ്ഞാൽ തന്നെയും അദ്ദേഹത്തെ ആക്ഷേപിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താവുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോൾ BJP മാത്രമല്ല, CPM തന്നെയും പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹത്തോട് MP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറാകണം. സ്ത്രീ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ധാർമ്മികാവകാശം ശശി തരൂരിനുമില്ല, കോൺഗ്രസിനുമില്ല ഈ പ്രശ്നത്തോടു കൂടി. അതിപ്പോൾ ആത്മഹത്യയാണെങ്കിൽ തന്നെയും അതിൽ പങ്കാളിയായ ആരോപണ വിധേയനായ ശശി തരൂരിന് ഇനി അങ്ങോട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇനി അങ്ങോട്ടും നിങ്ങൾക്കെതിരായിട്ടുള്ള ശശി തരൂരിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ തുടരും. ചെറിയ കാര്യമല്ല അത്. ശ്രീ രാജേഷ്. തീർച്ചയായും
അത് ശരി തന്നെയാണ്. രാഷ്ട്രീയമായി തന്നെയാണ് ഈ കേസിനെ BJP കണക്കാക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമുണ്ട്, എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അമിത്ഷായ്ക്ക് ഇതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. എന്താ, അടുത്ത പാർലമെന്റ് ഇലക്ഷന് BJPക്ക് ഒരു സീറ്റ് നേടുക എന്നുള്ള ലക്ഷ്യം. ഇവിടെ ശശി തരൂർ വളരെ അനായാസേന ജയിക്കാൻ കഴിയുന്ന തിരുവനന്തപുരം പാർലമെന്റ്, അത് BJPയുടെ ഒരു സ്വപ്നമാണ്. അതോടൊപ്പം തന്നെ IPL വിവാദ നായകൻ ലളിത് മോഡിക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇതിനകത്ത് രാഷ്ട്രീയമായ താല്പര്യമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ഹൈക്കോടതിയിൽ കൊടുത്ത പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് കോടതി തള്ളിയത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി ആ കേസ് തള്ളിയത്. ഇവിടെ ശ്രീ KVS ഹരിദാസ് ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ വളരെ തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ശ്രീ ശശി തരൂർ എന്തുകൊണ്ട് ഈ സംശയ ദൂരീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിനെതിരെ കോടതിയിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലേക്ക് വന്നില്ല? തീർച്ചയായും അദ്ദേഹം ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കേസിലെ ദുരൂഹതകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ശശി തരൂർ കത്ത് നൽകിയിട്ടുണ്ട്. താനടക്കം നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ കേസ് വളരെ കാര്യക്ഷമമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ആരെയെങ്കിലും അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ചില സ്റ്റേറ്റ്മെന്റുകളുമായി രംഗത്ത് വരുന്നത് ഒരിക്കലും ശരിയല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടാകാം, പക്ഷെ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഭാര്യ മരിക്കുന്നു, ആ വ്യക്തിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടി അതിൽ എന്തു രാഷ്ട്രീയമുണ്ടെങ്കിലും അത് ശരിയായ ഒരു നിലപാടല്ല. അത് വ്യക്തിപരമായി ഇവിടെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ്. ഇതൊരു വ്യക്തി എന്നുള്ള രീതിയിൽ തീർച്ചയായും താങ്കൾക്ക് നിയമപരമായി കേസെടുക്കാൻ വേണ്ടിയുള്ള ഈ പറയുന്ന രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾ BJP മുന്നോട്ട് വെക്കുന്നത് കൊലപാതകമല്ല, ആത്മഹത്യയാണ് എന്ന് പറയുമ്പോഴും താങ്കൾ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ശ്രീ അഡ്വക്കേറ്റ് സുൽഫിക്കർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ CCTV നശിപ്പിച്ചു എന്നതിന് തെളിവുകളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഒരേ മുറിയിൽ തന്നെയായിരുന്നു താമസവും മരണവും എന്ന്. ഇതൊക്കെയാണ് വസ്തുത. താങ്കളുടെ സർക്കാർ ഇരിക്കുമ്പോൾ പോലും അന്വേഷിച്ച പോലീസ് സംഘത്തിന് ഇതൊന്നും കണ്ടെത്താനോ അവർക്ക് അങ്ങനെ ഒരു പരാതിയേ ഇല്ല. പക്ഷേ ഇത്തരത്തിൽ ഇത് ഏതോ തരത്തിൽ വലിയ ദുരൂഹത ഇതിന് പിന്നിലുണ്ട് എന്ന് ഇല്ലാത്ത കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പൊലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം രാഷ്ട്രീയമായ താല്പര്യമാണ്. അത് ശശി തരൂര് പ്രധാനപ്പെട്ട നേതാവും കൊള്ളാവുന്ന ആളുകളും ഈ സർക്കാരിൻ്റെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് എതിർ നിൽക്കുന്ന ഒരു സ്വീകാര്യതയുള്ള വ്യക്തിയായതുകൊണ്ടും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്നാണ് ഇവരിരുവരും പറഞ്ഞു വെക്കുന്നത്. ശ്രീ KVS ഹരിദാസ്. സനീഷേ, ശശി തരൂര് മെനക്കെട്ട് ഇറങ്ങിയത് കൊണ്ടൊന്നും BJPയുടെ ഹിന്ദുത്വ അജണ്ടയെ ബാധിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാൾ വലിയ ആൾക്കാർ BJPയുടെ ഹിന്ദുത്വ അജണ്ടയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് എന്താ നടന്നിട്ടുള്ളത്? BJP തകർന്നിട്ടുണ്ടോ എവിടെയെങ്കിലും? പിന്നെയാണ് ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവനയും നിലപാടും കൊണ്ട് ഇത്രയും കാലം. വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ ശശി തരൂരിനെ കുറിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നടന്നിരുന്നത് എന്താ? ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ അവർ പരസ്യമായിട്ട് പറഞ്ഞിരുന്നതല്ലേ, ആക്ഷേപിച്ചിരുന്നതല്ലേ പല സന്ദർഭങ്ങളിലും. അതുമാത്രമല്ല, അദ്ദേഹം നരേന്ദ്രമോദിയുടെ കൂടെയാണെന്ന് പോലും അന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നിട്ട് ഇന്നിപ്പോൾ ഒരു കേസിൻ്റെ ഒരു ചാർജ് ഷീറ്റ് കോടതിയിലെത്തുമ്പോൾ ഇത്ര വളരെ ബേജാറാവാൻ എന്താ ഉള്ളത്? ലെറ്റ് ഹിം ഫേസ് ഇറ്റ് ഇൻ ദ കോർട്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസല്ലേ? അതിൽ ദുരൂഹത മാറ്റാനുള്ളൊരു അവസരമായിട്ട് അതിനെ അവർ ചലഞ്ചായിട്ട് അദ്ദേഹത്തിന് എടുത്തുകൂടെ? കോൺഗ്രസ് പാർട്ടിക്ക് എടുത്തുകൂടെ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് തയ്യാറാവാത്തത്? അതിന് പകരം രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടും എന്ന് തന്നെയാണ് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. അതെ, അങ്ങനെ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒന്നുകൂടെ പദ്ധതികളിലേക്ക് വരുന്നില്ല. രാഷ്ട്രീയമായിട്ട് ഭയപ്പാടുണ്ട് എന്ന് ശശി തരൂരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് അദ്ദേഹത്തിന് വലിയ പിന്തുണ കൊടുക്കുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും പക്ഷേ ഇതിന് വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നത്. അതെ, അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുകയും മറ്റുള്ള കാര്യങ്ങളെ നിയമപരമായി നേരിടുകയും മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ തോതിൽ തുടർ ദിവസങ്ങളിലും ചർച്ചകൾക്ക് കാരണമാകാവുന്ന കാര്യം തന്നെയാണ്. ശശി തരൂര് പ്രതിയായതിന് പിന്നിൽ വളരെ നന്ദി ശ്രീ KVS ഹരിദാസ്, അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി, അഡ്വക്കേറ്റ് RV രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശശി തരൂർ പ്രതിയായതിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ കളിയോ എന്നതായിരുന്നു ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പാകെ വച്ചിരുന്ന ചോദ്യം. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 80% പേരും അതെ എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുന്നത്. BJPയുടെ രാഷ്ട്രീയ കളിയാണ് ശശി തരൂർ പ്രതിയായതിന് പിന്നിൽ എന്ന അഭിപ്രായമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 80% പേരും മുന്നോട്ട് വെക്കുന്നത്. 20% പേർക്ക് മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം.